സുഖമില്ലാത്ത കുട്ടിമണിയുടെ പേരിൽ ലോൺ കിട്ടില്ല എന്ന് മനസ്സിജൻ. കുട്ടിമണിക്ക് വേണ്ടി ലോൺ തന്റെ പേരിലെടുക്കാമെന്ന് സീത. ശിവാനിയെ വിവാഹം കഴിക്കാൻ പിച്ചളയോട് ആവശ്യപ്പെടുന്ന മനസ്സിജൻ. വയലോരം വീടിനേക്കാൾ പ്രാധാന്യമുള്ള എന്തോ കാര്യം മനസ്സിജന്റെ മനസ്സിലുള്ളതായി ബാലന് സംശയം. തുടർന്ന് കാണുക. എന്താ പിച്ചളെ? എന്തായി ബായ് ലോണിന്റെ കാര്യം? അത് പോയില്ലേ? എന്ത് പറ്റി ബായ്? അതിന്റെ കാര്യത്തിന് പോണെന്ന് പറഞ്ഞിട്ടല്ലേ ബായ് എൻ്റെ അടുത്തുനിന്ന് പോയത്? അതെ, പക്ഷേ സീതയെടുത്ത് ഓഫീസിലേക്ക് വന്നില്ല. ലോണിന്റെ കാര്യത്തിനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണല്ലോ വിനായകൻ വിളിച്ചെന്ന് പറഞ്ഞ് എനിക്ക് പിച്ചളയുടെ ഫോൺ വന്നത്. സീതയെടുത്തിയുടെ ഓഫീസിലെത്താൻ പറഞ്ഞിട്ട് ഞാൻ നേരെ പിച്ചളയുടെ അടുത്തേക്ക് വരികയും ചെയ്തു. അതിൽ കയറി വെച്ച് സീതയെടുത്ത് വരാതെ ഇവിടെ തന്നെ നിന്നു. അത് വലിയ കഷ്ടായി പോയല്ലോ ബായ്. ഞാൻ കാരണമല്ല അങ്ങനെ സംഭവിച്ചത്. അങ്ങനൊന്നും ചിന്തിക്കേണ്ട പിച്ചളെ, യോഗം പോലെ വരൂ. ബായ് എത്ര ലാഘവത്തോടെയാണ് ഇത് പറയുന്നത്. ഞാൻ ബായെ വിളിച്ചപ്പം ഇങ്ങനൊരവസ്ഥ പറഞ്ഞിരുന്നെങ്കിൽ അപ്പ തന്നെ വരണ്ടാന്ന് പറയായിരുന്നു ഞാൻ. വരാതിരുന്ന എനിക്ക് മനസ്സമാധാനം കിട്ടുമോ പിച്ചളെ? വിനായകൻ പിച്ചളയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനും കണ്ണിയായിരിക്കും. അതറിയാൻ കൂടിയാ ഞാനിപ്പോൾ വന്നത്. അതൊക്കെ ശരി തന്നെ. എന്തായാലും ലോണിന്റെ കാര്യം മുടങ്ങിയില്ലേ? മുടങ്ങിയിട്ടൊന്നുമില്ല പിച്ചളെ, ഇന്ന് പോകാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. പിന്നെ സീതയെടുത്ത് പോകാതിരിക്കുമെന്ന് കരുതിയതുമില്ല ഞാൻ. പിന്നെ ഞാനിവിടെ വന്ന് കയറിയപ്പോൾ ചോദ്യം ചെയ്യലുണ്ടായി. പിച്ചളയ്ക്ക് എന്ത് അത്യാഹിതം സംഭവിച്ചിട്ടാ ഞാൻ ഓടിപ്പോയതെന്ന്. അയ്യോ, എന്നിട്ടെന്താ? പിച്ചളയും ശിവാനിയും തമ്മിലുള്ള അടുപ്പത്തിന്റെയും വിവാഹത്തിന്റെയും കാര്യം പറഞ്ഞു. അതൊക്കെ അവിടെയും പറഞ്ഞോ? പറഞ്ഞത് അങ്ങനെയല്ല. പിച്ചളയെ സ്നേഹിക്കുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങി പിച്ചളയുടെ അടുത്തേക്ക് വന്നെന്ന്. പെൺകുട്ടി വന്നപ്പോൾ കൈയും കാലും വറച്ച പിച്ചള വിളിച്ചിട്ട് ആ പ്രശ്നം തീർക്കാനാ ഞാൻ ഓടിപ്പോയതെന്ന് ഒരു കഥയുണ്ടാക്കി പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. കുഴപ്പമാവോ ബായ്? പിച്ചളയായിട്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എന്താ മനഃപൂർവ്വം തന്നെയാ പിച്ചളെ ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞത്. പിന്നീട് ശിവാനിയുടെ കാര്യം പറയുമ്പോൾ അത് ഗുണം ചെയ്യും. ഈ പെണ്ണാ ശിവാനി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാമല്ലോ. ആരെയും ദ്രോഹിക്കാനോ നശിപ്പിക്കാനോ അല്ലല്ലോ പിച്ചളെ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയുന്നത്. നല്ലത് വരാൻ വേണ്ടിയല്ലേ. ആ ഒരു ആശ്വാസം മനസ്സിനുണ്ട്. ബായി, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ പിച്ചളെ? അത് ശിവാനിക്ക് എന്നെ ശരിക്കും ഇഷ്ടാവോ? അതെന്താ പിച്ചളയ്ക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് പിന്നെ ശിവാനി ഇഷ്ടക്കേടാന്നൊക്കെ പറഞ്ഞ എന്നെ ഇഷ്ടാവോ ബായ്? ഇഷ്ടാവും പിച്ചളെ. പിച്ചളയെ പോലെ മനസ്സ് നിറയെ സ്നേഹവും ശുദ്ധതയുള്ള ഒരാളെ കിട്ടുന്നത് ശിവാനിയുടെ ഭാഗ്യമല്ലേ. ശിവാനി എൻ്റെ അനിയത്തി കുട്ടിയാ. ശരിയല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പിച്ചള ധൈര്യമായിട്ട് സ്വപ്നം കണ്ടോ. എന്നും ടെൻഷനല്ലേ. അതിനിടയിൽ മനസ്സിനൊരു സുഖം കിട്ടട്ടെ. ശരി ബായ്. ശരി പിച്ചളെ. സിജൻ ചിലപ്പോഴൊക്കെ എല്ലാവരെക്കാളും മേലെ ഉയർന്ന് ചിന്തിച്ച് കാര്യങ്ങൾ പ്രാവർത്തിയാക്കാറുണ്ട്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനെയുള്ള സിജൻ തന്നെ ചില നേരത്ത് ഞങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. സിജനെ പോലെ വ്യക്തിത്വവും കാര്യഗൗരവമുള്ള ഒരാളെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എങ്കിലും പറയാതെ വയ്യ. ഇന്ന് സിജൻ കാണിച്ചു തൊട്ട് ശരിയായില്ല. ഇന്ന് ആ ലോണിൻ്റെ കാര്യം ശരിയായിരുന്നെങ്കിൽ എല്ലാവർക്കും എന്ത് സന്തോഷമാകുമായിരുന്നു. സീത പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. സിജൻ കാരണം പോയില്ല എന്ന്. അത് പിച്ചളയ്ക്ക് അതും സീത പറഞ്ഞു. അക്കാര്യം വളരെ ഭംഗിയായിട്ട് സിജൻ കൈകാര്യം ചെയ്തപ്പോൾ ഇവിടെയുള്ളവർക്ക് വിഷമം സമ്മാനിച്ചു. പിച്ചളയ്ക്കൊരു അത്യാവശ്യം വന്നാൽ പോണം. പോയത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഒരിടത്ത് ഉയരുമ്പോൾ മറ്റൊരിടത്ത് താഴ്ന്നു എന്നും ആലോചിക്കണം. വീട്ടിലുള്ളവർക്ക് വിഷമമുണ്ടാക്കിയിട്ട് ആർക്കു വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കുടുംബത്തിനായിരിക്കണം എന്നും ഒന്നാം സ്ഥാനം. അവിടെ സമാധാനവും സ്നേഹവും കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊന്നും നമ്മളെ ബാധിക്കില്ല. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. സീതയെടുത്ത് ഓഫീസിലെത്തുമെന്ന് കരുതിയാ ഞാൻ പിച്ചളുടെ അടുത്തേക്ക് പോയത്. അങ്ങനെ ചിന്തിച്ചെടുത്താ സിജന് തെറ്റിയത്. സീത എങ്ങനെ ഒറ്റയ്ക്ക് അവിടെ പോവുക? അത് പോട്ടെ, അത് കഴിഞ്ഞു.
ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ. ഞാൻ ഈ പറഞ്ഞത് അധിക പ്രസംഗമായി പോയെങ്കിൽ അത് വിട്ടേക്ക്. ഏയ് അങ്ങനൊന്നും അല്ല ബാലേട്ട, കാര്യങ്ങൾ തന്നെയാ ബാലേട്ടൻ പറഞ്ഞത്. ചിലപ്പോഴൊക്കെ ഞാൻ കരുതും എന്നെപ്പോലെ ശാസിക്കാനും തിരുത്താനും പ്രാപ്തിയുള്ള ആളാ സിജനെന്ന്. അങ്ങനെ കരുതുന്ന സിജനിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് ഉൾക്കൊള്ളാനൊരു പ്രയാസം. അതാ വാ ഊണ് കഴിക്കാം. വാ സിജ. മോളെ മോളെ മതി മതി മോളെ, ഇവളിതെവിടെ പോയി? മോളെ മതി. ഇവളിതെവിടെ പോയി? മോളെ ഇവളിതെവിടെയാ പോയെ? മതി മോളെ മോളെ മതി മതി. ഏയ് അവിടെ നിൽക്കാൻ. ആരാത്? നിങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചല്ലോ. എന്താ സംസാരിച്ചത്? എനിക്കൊന്നും അറിയില്ല. അയാൾ നിന്നോട് എന്താ ചോദിച്ചത്? അതെങ്ങനെ എനിക്കറിയാ? അയാൾ ചോദിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ അയാളോട് ചോദിക്കണം. 50. പിടികിട്ടി. അയാൾ ചോദിച്ചെന്താണെന്ന് അറിയോ? എന്താ? അയാൾ എന്തോ ചോദിച്ചു, ഞാൻ എന്തോ പറഞ്ഞു. അത്രേ എനിക്കറിയാവൂ. 3, 33, 30, 40, 50. അതെ, എന്നോട് ഇപ്പൊ ഒരാൾ സംസാരിച്ചില്ലേ? പറ. അതാരാ? നീയല്ലേ മോളെ സംസാരിച്ചത്? അപ്പൊ നിനക്കല്ലേ അത് ആരാന്നറിയാ? അയ്യോ, ഞാനാണോ സംസാരിച്ചത്? ഞാനെപ്പോ സംസാരിച്ചു? ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? ഉറക്കത്തിൽ എങ്ങനെയാ സംസാരിക്കാൻ പറ്റുന്നേ? ഇവിടെ എല്ലാവർക്കും വട്ട് തന്നെ. 50, 10, 54, 58, 32. മതി അയാളോട് സംസാരിക്കുന്നത് ശരിക്കും ഞാൻ കണ്ടതാ. ആരായിരിക്കും അത്? ഇനി ഒന്ന് കരുതിയിരുന്നേ മതിയാകും. ഞാൻ കട്ടൻ ചായ എടുക്കട്ടെ? വേണ്ട. ഒരു സുപ്രധാന കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത്. പറഞ്ഞിട്ട് ചായ കുടിക്കാം, അല്ലെങ്കിൽ ചോറ് തന്നെ കഴിച്ചേക്കാം, അല്ലേ പിച്ചളേ? അതെ, ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ അടച്ചിട്ടിരുന്ന ചിന്തകൾ കാട് കയറി പോവും. അതിനിപ്പോ ശിവാനിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ സുജാണ്ണ? ഇവിടുന്ന് പുറത്തിറങ്ങാൻ നിർവാഹമില്ലല്ലോ. കണ്ണും കാതും തുറന്നു പിടിച്ച് വെറിപൂണ്ട നായെ പോലെ ഓടി നടക്കൂല വിനായകൻ. പേയിളകിയും വെറിപൂണ്ടും നടക്കുന്ന നായ്ക്കളെ കൊന്നാലേ ഇവിടെ പ്രശ്നമുള്ളൂ. അപ്പോഴേ നായ സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന ടീം സടകുടഞ്ഞെഴുന്നേക്കൂ. മനുഷ്യ നായ്ക്കളെ തല്ലാം, തല്ലിക്കൊല്ലാം, അതിലൊരു പ്രശ്നവുമില്ല. അപ്പോ വിനായകനെ കൊല്ലൂന്നാണോ പറയുന്നേ? ഏയ്, അയാളെ കൊന്നിട്ട് ജയിലിൽ പോയാ എല്ലാം ശരിയാവൂ? ശിവ കൊടുത്ത അച്ചാരത്തിന്റെ പേരിലായാലും അല്ലെങ്കിലും വിനായകൻ ശിവാനിയെ വേട്ടയാടുന്ന അവസാനിപ്പിക്കാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ശിവാനി അതിന് സമ്മതിക്കണം. ശിവാനിയുടെ കല്യാണം. അവസാനം ഞാൻ പറഞ്ഞിടത്ത് തന്നെ എത്തി.
ഞാനെന്ന ബാധ്യത എങ്ങനെയെങ്കിലും ഒഴിവാക്കണോ അല്ലേ? ആ വിനായകൻ വന്ന് കണ്ടു കാണും സിജേണനെ. ആവനാടിയിൽ അവസാനം അടവ് കൊടുത്ത് പ്രയോഗിച്ചപ്പോ എന്നെ കെട്ടിച്ചേരാന്ന് സിജേണ വാക്ക് കൊടുത്തല്ലേ? എല്ലാത്തിനും പരിഹാരമായിട്ടെ ഇനി ഇങ്ങോട്ട് സിജേണ വരൂന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കരുതിയില്ല. ഇതിനേക്കാൾ നല്ലത് എന്നെ കൊന്ന് ഏതെങ്കിലും കൊക്കയിലേക്ക് എറിയുന്നതാ. ഞാനെന്ന് പറഞ്ഞത് വെറും വാക്കല്ല. അയാളെ ഞാൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ അതൊരു കുരുക്കാക്കി മാറ്റും. അല്ലെങ്കിൽ അതുവരെ ഒന്നും ഞാൻ കാത്തിരിക്കുന്നില്ല. ശിവാനി, എങ്ങനെ തോന്നി സിജേണന് അയാൾക്ക് വാക്ക് കൊടുക്കാൻ? ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നേരെ നിറയില്ലാത്ത വിനായകനല്ല, ദാ ഈ നിൽക്കുന്ന പിച്ചളയ്ക്ക്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ചാടിക്കേറി നീ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? എന്നെ നീ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? വിനായകന് പിടിച്ചു കൊടുക്കാനാണെങ്കിൽ അതെനിക്ക് നേരത്തെ ആകായിരുന്നില്ലേ? ഈ സാഹസത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. വിനായകൻ ഒരിക്കലും നിന്റെ പിന്നാലെ വരാതിരിക്കാൻ നിന്റെ കഴുത്തിലൊരു താലി വീഴണം, അതും ആണൊരുത്തൻ്റെ. നിന്റെ സിജണ്ണൻ അതിനായി കണ്ടെത്തിയത് ഈ പിച്ചളയെ. ശിവാനി, നിന്നെ എനിക്കറിയാവുന്നതുപോലെ തന്നെ ഈ പിച്ചളയും എനിക്ക് നന്നായിട്ടറിയാം. സ്നേഹമല്ലാതെ പിച്ചളയുടെ നെഞ്ചിനകത്ത് മറ്റൊന്നുമില്ല. കല്യാണമൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ലാന്ന് കരുതി നടക്കണ ആളാ ഞാൻ. അതിനെക്കുറിച്ച് മനസ്സുജൻ ബായ് എപ്പോഴും പറയും. ബായ് മാത്രല്ല, വയലോരം വീട്ടിലുള്ള എല്ലാവരും. അപ്പോഴൊന്നും എനിക്കെന്തോ അതങ്ങോട്ട് ദഹിച്ചിരുന്നില്ല. അന്ന് ഇവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സുജൻ ബായ് ഈ കാര്യം സീരിയസ് ആയി സംസാരിച്ചത്. ബായിയുടെ വാക്കുകളിൽ മുഴുവൻ അനിയത്തെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആദ്യമായിരുന്നു. സത്യം പറയാലോ, ശിവാനിയുടെ കാര്യം സൂചിപ്പിച്ചപ്പം ആദ്യം ഉൾക്കൊള്ളാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു. ഒന്നും കാണാതെ ബായി പറയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ബായോട് ചേർന്ന് നിന്നു. ഇനി തീരുമാനം പറയേണ്ടത് ശിവാനിയാ. അനിയത്തിക്കുട്ടിയാണ് ജീവനാണെന്നൊക്കെ പറഞ്ഞാലും ആൾക്കാരുടെ മുന്നിൽ അതിനൊരു ആധികാരികത വരില്ല. അതാണ് സത്യം. അതിന് ചേർത്ത് പിടിക്കാൻ ഒരു ആൺതുണ തന്നെ വേണം. കല്യാണം കഴിഞ്ഞെന്നും ചോദിക്കാനും പറയാനും അധികാരപ്പെട്ട ഒരാളുണ്ടെന്നും അറിയുമ്പോൾ വിനായകൻ താനെ പിൻവലിയും. കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ മേൽ അവകാശവും പറഞ്ഞ് ആധിപത്യം സ്ഥാപിക്കാൻ ആരും ശ്രമിക്കില്ല. ശ്രമിച്ചാൽ തന്നെ അത് പരാജയപ്പെടുകയുള്ളൂ. സിജേണൻ പറയുന്നൊക്കെ ശരിയാ. കല്യാണം എന്നൊക്കെ പറഞ്ഞ കല്യാണം എന്ന് പറഞ്ഞ കല്യാണം തന്നെ അല്ല ബായ്? ആ ശിവാനി, നീ ഒന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട സിജേണ്ണ. എന്താ പിച്ചളയെ ബോധിക്കാത്തതുകൊണ്ടാണോ? ആണങ്ക തുറന്ന് പറഞ്ഞോട്ടോ. മനസ്സുജൻ ബായ് പറഞ്ഞതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ പിച്ചളെ, ബോധിക്കാത്തോണ്ടൊന്നും അല്ല. പിന്നെ ശിവേണ്ണ ഇല്ലാതെ എനിക്ക് വരനെ കണ്ടെത്തിയ സിജേണ്ണൻ ശിവേണ്ണൻ എന്താ കണ്ടെത്താത്തെ? ശിവേണ്ണൻ ആദ്യം കണ്ടെത്ത്. ശിവാനി, ശിവയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, മനഃപൂർവ്വം കണ്ടെത്താതിരിക്കുന്നതൊന്നുമല്ല. ശിവ വരുന്നതുവരെ സ്വസ്ഥതയില്ലാതെ കഴിയാനാണോ നിന്റെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. മനസ്സുജൻ ബായ് ഇക്കണ്ട ടെൻഷൻ മുഴുവൻ എടുക്കുന്നത് ശിവാനിയുടെ നല്ല നാളേക്ക് വേണ്ടിയാ. എന്നെ വേണ്ടെങ്കിൽ വിട്ടേക്ക്, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണം, അല്ലെങ്കിൽ ബായ് തളർന്നു പോകും. നിന്റെ നല്ലതിന് വേണ്ടിയാ. അല്ലല്ലാതെ കഴിയണ്ടേ? അതിനാ ഞാൻ ഈ തീരുമാനം എടുത്തത്. നിനക്കറിയാലോ, നിനക്ക് ദോഷം വരുന്ന ഒന്നും ഈ സിജണ്ണം ചെയ്യില്ലെന്ന്. സമ്മതമല്ലേ? പറശിവാനി, സമ്മതമല്ലേ? അപ്പോ അധികം വച്ച് നീടാതെ ഈ കല്യാണം നടത്തണം. അതോടെ വിനായകൻ എന്ന അധ്യയം അടയും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, ഭാവിച്ചേ. സിജേണ്ണ, ആ ശിവേണ്ണനെ കുറിച്ച് ഒരു വിവരം കിട്ടാത്തത് എന്താ? ഒന്ന് വിളിക്കുക കൂടി ചെയ്യുന്നില്ലല്ലോ. അത് അവൻ പണ്ടേ അങ്ങനെ തന്നെ ആണല്ലോ. പോയാലൊരു പോക്ക്. വിളിച്ചാ വിളിച്ചു. ശിവ വരും. അല്ല, അതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം. നിങ്ങളുടെ കല്യാണം അത് മാത്രം മതി ഇനി മനസ്സിൽ. ഞങ്ങൾ ഇറങ്ങുക, ബാ.
എന്തൊക്കെ വാർത്തകളാ എൻ്റെ ദൈവമേ! ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്നത് തന്നെയാണോ? വഴിതെറ്റി വന്നൊന്നല്ല, ഇവിടുത്തെ കാട്ട് തന്നെ വന്നതാ. തമ്പി സാറിന് എപ്പോഴും ഇവിടെ വരാലോ. പിന്നെ തമ്മി കാണുന്നില്ലെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. രവി വിളിച്ചും മനസ്സിജൻ പറഞ്ഞുമൊക്കെ. അറിയുന്ന കാര്യങ്ങളൊന്നും അത്ര സുഖമുള്ളതായിരിക്കില്ല അല്ലേ? ഓ, ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ആ, എല്ലാരും ഇവിടെ, എല്ലാരും ഒന്നിച്ച് കാണാനാ ഞാൻ വന്നത്. വിളിക്ക്. മക്കളെ, ബാല, സീതേ, മനസ്സിജ, എല്ലാരും ഇവിടെ ഉണ്ട്. ആ. കേറിയിരിക്കും. ശരി. ആ അമ്പരക്കണ്ട, അപ്പച്ചമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. വയലൂർ വീട്ടിലേക്ക് വന്നത് തന്നെയാ ഞാൻ. ആ, ബാലിന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു സാർ. അല്ല തമ്പി സാറിന് കുടിക്കാൻ ഇപ്പൊ വേണ്ട, പറയാം. ആ, കുഞ്ഞുമണി, കുട്ടിമണി ദൈവം അനുഗ്രഹിച്ച വിവരം അറിഞ്ഞപ്പോ വരണമെന്ന് കരുതിയതാ. പക്ഷേ അതിനിടയിൽ അറിയാലോ എല്ലാം. അന്ന് സിജൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരിക്കൽ കുട്ടിമണിയെ മുഴുഭ്രാന്തിയാക്കിയവളിപ്പോ അതേ നിലയിലായെന്നു. വാസ്തവം അതിനേക്കാൾ ക്രൂരമായെന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും പറഞ്ഞ് നിങ്ങളുടെ മൂഡ് കളയുന്നില്ല. സദസ്സറിഞ്ഞ് സംസാരിക്കണമെന്ന ഞാൻ പിടിച്ച മര്യാദ. ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങൾ പറയാനും പാടില്ല. ക്ഷമിക്കണം. തമ്പി സാർ ബാംഗ്ലൂരിൽ നിന്നാണോ വരുന്നത്? രവി? ആ, ഇനി അതിലേക്ക് വരാം. രവിയുടെ ആഗ്രഹപ്രകാരമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കുഞ്ഞുമണിയുടെയും കുട്ടിമണിയുടെയും ചോറൂണ് ഇവിടെ എത്താൻ രവി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എത്തിയേ പറ്റുമെന്ന് രവി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തുറന്നു പറയാലോ, രവി ഇല്ലാതെ ബാംഗ്ലൂരിലെ ഒരു കാര്യവും നടക്കില്ല. ഞാനില്ലെങ്കിലും രവി അവിടെ വേണം. അതാ അവസ്ഥ. ചോറൂണ് ദിവസം വരാനൊക്കില്ലെന്ന് ഒരു സൂചന വിളിച്ച് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് രവി എന്നോട് പറഞ്ഞിരുന്നു. രവി ആഗ്രഹിക്കുന്നുണ്ട് അന്നേ ദിവസം ഇവിടെ എത്താൻ. ആ, സാഹചര്യം അനുകൂലമാണെങ്കിൽ എത്തും. മറിച്ചാണെങ്കിൽ രവിയെ ശപിക്കരുത്. കുഞ്ഞുങ്ങളെക്കുറിച്ച് മിക്കപ്പോഴും പറയും രവി. സത്യം പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ സമയം കിട്ടാറില്ല എന്നതാ സത്യം. ആ, അത് വേറൊരു ലോകം. രവിയെപ്പോലെ മനസ്സിന് നന്മയുള്ള ഒരാൾ കൂടെയുള്ളതാ എന്റെ ഒരു ബലം. ഇനി അഥവാ ചോറൂണെത്താൻ സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതി മുൻകൂട്ടി രവി തന്നുവിട്ടതാ ഇത്. രണ്ടാക്കും. ആ, 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 മോളു, ദാ. ആ, ആ, എവിടെ കുട്ടാപ്പു? അവൻ ഉറങ്ങാം. ദാ, രവി തന്നു എന്ന് കരുതണം. ഉള്ളത് പറയാലോ. രവി വരാത്തതിൽ നന്നേ വിഷമമുണ്ട്. പിന്നെ തമ്പി സാർ നേരിട്ട് വന്നിങ്ങനെ പറയുമ്പോ ഞങ്ങളുടെ രവിയെക്കുറിച്ച് നല്ലത് പറഞ്ഞ് കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷം തന്നെയാണ്. പക്ഷേ രവി ഇല്ലാത്ത കുറവ് തന്നെയാണ്. അതെ, ഇവിടെ ഒരു വട്ടം വരച്ച ആ വട്ടം പൂർത്തിയാവണമെങ്കിൽ രവിയേട്ടൻ കൂടി വേണം. ആ ശൂന്യത പലപ്പോഴും ഞങ്ങളൊക്കെ അറിയാറുണ്ട്. ഒക്കെ എനിക്കറിയാലോ. നിങ്ങളുടെ ഈ സ്നേഹവും ഒരുമയും അതിൻ്റെ ഒരു പങ്ക് പറ്റാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആ, സിജന്റെ ജോലിയുടെ കാര്യം എന്തായി? സ്വയം തൊഴിലിന് വേണ്ടി ഒരു ലോണിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടിയാലുടൻ ഒരു പച്ചക്കറി കട തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ബാലേട്ടന്റെ കടയോട് ചേർന്നുള്ള ഒരു മുറി നോക്കുന്നുണ്ട്. അതെ, എന്റെ പേരിലാ ലോൺ എടുക്കുന്നത്. ആഹാ, സിജൻ എന്തെങ്കിലും വന്നേ. ആ, പിടിക്ക്. സിജ, ലോൺ എടുത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സിജന്റെ തന്റെ അടുത്ത് ഞാൻ മാനിക്കുന്നു. സിജന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ കുഞ്ഞുമണിയുടെ പേരിൽ എഴുതി വെച്ച സ്വത്തിൽ നിന്നും ഒരു വിഹിതം എടുത്ത് വൻ ബിസിനസ് തന്നെ തുടങ്ങാമായിരുന്നു. അതിനൊന്നും മുതിരാതെ ആ സ്വത്തുക്കളുടെ എല്ലാ പ്രമാണങ്ങളും തിരികെ തരികയല്ലേ ചെയ്തത്. ആ, എന്നിട്ട് ഇപ്പൊ ലോണിന് വേണ്ടി നടക്കുന്നു. അതിലൊരു സുഖമുണ്ട് സാറേ. അർഹതയില്ലാത്തതുകൊണ്ട് എന്തുണ്ടാക്കാൻ നോക്കിയാലും അതിൽ നിന്നും ഒന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. ആ പറഞ്ഞത് വളരെ ശരിയാ. പിന്നെ
സിജൻ എപ്പോഴും ആവർത്തിക്കുന്ന വാക്കാ ഈ അർഹതയില്ലാത്തതെന്ന്. അർഹതയുള്ളത് കൊണ്ട് തന്നെയാ സ്വത്തുക്കൾ കുഞ്ഞുമണിയുടെ പേരിൽ എഴുതി വെച്ച് പ്രമാണമാക്കിയത്. സിജന്റെ അഭിമാനബോധമാ ആ പ്രമാണം തിരികെ തരാൻ പ്രേരിപ്പിച്ചത്. പിന്നെ ലോൺ ശരിയായാലും എന്ത് സഹായത്തിനായാലും ചോദിക്കാൻ പഠിക്കരുത്. അതിൽ യാതൊരു കോംപ്ലക്സും തോന്നേണ്ട കാര്യമില്ല. രവിയുടെ അധ്വാനവും വിയർപ്പ എന്റെ കമ്പനി. അതിൽ നിന്നൊരു ഭാഗം രവിയുടെ അനിയത്തിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. കുട്ടിമണിയുടെ സന്തോഷമാണ് രവി ആഗ്രഹിക്കുന്നത്. ഞാനും അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. നിങ്ങളൊന്നും ചോദിക്കാതെ അന്യരെ പോലെ കാണുന്നതാ ഞങ്ങൾക്ക് സഹിക്കാത്തത്. ഇനി ആവശ്യം വരുമ്പോൾ ചോദിക്കാം സാറേ. യെസ്, ഈ ഒരു മറുപടി എനിക്ക് വേണ്ടത്. ചോദിക്കണം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ ഉണരുമോ എന്ന് പോലും ഉറപ്പില്ലാത്തതാ ജീവിതം. ഉണർന്നാ ഉണർന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഉണർന്നിരിക്കുമ്പോൾ ആകാവുന്നത്ര നന്മ ചെയ്യാം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിവ് കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ. അതേ ബാക്കിയുണ്ടാവും. പറ്റിയ ആളെ കിട്ടിയാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വാ. മോളെ, അപ്പോ ഞാൻ ഇറങ്ങാം. അയ്യോ, ചായ ഒന്നും കുടിക്കാതെ? ഏയ് വേണ്ട, ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. നിങ്ങളെ കണ്ടപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. അത് ധാരാളം മതി. അപ്പൊ വരട്ടെ. കുഞ്ഞേട്ടന്റെ അടുത്തേക്കല്ലേ പോകുന്നേ? അതെ. എന്റെ അന്വേഷണം പറയണേ. പറയാം, എല്ലാവരുടെ അന്വേഷണം പറയാം. കൂട്ടത്തെ കുട്ടിമുണ്ടിയുടെ അന്വേഷണം പ്രത്യേകം പറയാം. അല്ല, നമ്മുടെ അപ്പച്ചപ്പനോട് ഇവിടെ ഉണ്ടായിരുന്നതാ, പുറത്തോട്ട് പോയി കാണും. ആ ശരി. എന്ത് നല്ല മനുഷ്യനാ അല്ലേ? ആ വാ വല്യേച്ചി, നമുക്ക് കുട്ടാപ്പൂന് മോതിരം കൊടുക്കാം. വാ വാ വാ. ചില്ലറ വീട്ടു സാധനങ്ങളാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അതിൻ്റെ ഒരു കുറവുണ്ടാവും. ഇന്നേ വരെ ശീലമില്ലാത്തതൊക്കെയാ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അന്തവും കുന്തവും ഇല്ലാതെ അപ്പൂപ്പൻ താടി പോലെ പാറി പാറി നടക്കുകയായിരുന്നു ഞാൻ. മനസ്സുജമ്പായെ കണ്ടുമുട്ടിയതോടെ ബായി ഒരു ദിശാസൂചികയായി. അവിടുന്ന് ഇങ്ങോട്ട് ചെറിയ തോതിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നു തുടങ്ങി ജീവിതത്തിൽ. ഒരു വിവാഹത്തെക്കുറിച്ച് ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. വായലോരം വീട്ടിലെത്തിയ അപ്പ തുടങ്ങും എന്റെ കല്യാണമേളം. അപ്പച്ചമ്മയും ബാലേട്ടനും കുട്ടിമണിപ്പങ്ങളും ഓരോ മുട്ടിന്യായം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നൈസായിട്ട് ഊരും. ഇപ്പൊ അങ്ങനെ ഊരാൻ പറ്റാതായി. ഇക്കാര്യം മനസ്സുജമ്പായി ആദ്യം പറഞ്ഞപ്പം ഞാൻ അത്ര കാര്യാക്കിയില്ല. എന്റെ കാര്യം മാത്രല്ല, ശിവാനിയുടെ കാര്യം കൂടി പറഞ്ഞപ്പം അതെന്റെ ഉള്ളിൽ തറച്ചു. മനസ്സിൽ കൊണ്ടു നടക്കുന്ന വളരെ കുറച്ചു പേരെ എനിക്കുള്ളൂ. അതിലിനി ഒരാള് കൂടി. മറ്റാരേക്കാളും എന്നെ അറിയുന്ന ആളാ സിജാണ്. എന്റെ ശാഠ്യങ്ങൾക്കും കുറുമ്പുകൾക്കും ഒക്കെ കൂടെ നിൽക്കും. ഒപ്പം കനത്ത് ശാസിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നേ വരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ശിവേണൻ അങ്ങനെയല്ല. കണ്ണും മൂക്കും ഇല്ലാത്ത ചെയ്തികളാ ശിവേണന്റേത്. അതുകൊണ്ടാണല്ലോ വിനായകനെ പോലെ നേരും നെറിയില്ലാത്ത ഒരാളുമായി കൂട്ടുകൂടി എന്റെ കല്യാണത്തിന് വാക്കു കൊടുത്തത്. സിജേണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുവാ മുമ്പ് ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു എന്ന്. എനിക്ക് ദോഷം വരുന്ന ഒന്നും സിജേണ്ണൻ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ആ ഒരു വിശ്വാസത്തിലാ ഞാൻ ഇതിന് സമ്മതിച്ചത്. ഊരും പേരും ആളും ആഡംബരമൊന്നുമില്ലെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ പെണ്ണിന് ഒരു പോറല് പോലും ഏൽക്കാതെ നോക്കും. പിച്ചളയുടെ ചങ്കില് പ്രാണനുണ്ടാവുന്നത് വരെ. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, മനസ്സുജമ്പായി പറഞ്ഞതിന്റെ പുറത്ത് ബായിയെ പിണക്കണ്ടാന്ന് കരുതി സമ്മതിച്ചതല്ലല്ലോ ഈ വിവാഹത്തിന്. നിർബന്ധ ബുദ്ധി ആവരുത്. പൂർണ്ണ മനസ്സോടെ തന്നെ അല്ലേ? ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാ താലിച്ചരടിലൊരു സുരക്ഷിതത്വം. അത്
മറ്റെവിടെ കിട്ടുന്നതിനേക്കാൾ നന്നായി ഇവിടെ കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അത് മതി. പിന്നെ പരിചയക്കുറവുണ്ട് പലതിലും. മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്നു പറയണം. അന്യോന്യം പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. മനസ്സിലാക്കിയ പരിഹാരം ഉണ്ടാവും. ഞാൻ ഇറങ്ങട്ടെ. അതെ, ആ വിനായകൻ ഇവിടെ തന്നെ ഉണ്ട്, പോയില്ലല്ലേ? അയാളുണ്ടായിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. മനസ്സിജമ്പായി കുഞ്ഞുമണിയുടെ ചോറൂണിന്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞാ ഉടനെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. പച്ചമയിൽ വാഹനനെ മുരുക ബാലസുബ്രഹ്മണ്യനെ. സുഭദ്രേ, കുറുപ്പിന്റെ കടയിൽ നിന്ന് ഒരു പരിപ്പ് കൂടെ കഴിച്ചതാ. ഭയങ്കര ഗ്യാസ്. കുറച്ച് ഇഞ്ചി നീര് കിട്ടുമെങ്കിൽ നന്നായിരുന്നു. ഇഞ്ചിനീര് വീട്ടിലെന്തെങ്കിലും നല്ല കാര്യം നടക്കുമ്പോഴോ ആരെങ്കിലും വന്നു കയറുമ്പോഴോ ഒന്നും ഇവിടെ കാണില്ല. ഹോ, പറയുമ്പോ ഇവിടുത്തെ കാരണവരാണല്ലോ. വന്ന് കയറുന്നതിന് മുമ്പ് തുടങ്ങിയല്ലോ. ഇങ്ങനെ ചാടിക്കടിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അങ്ങനെ ഇപ്പൊ അറിയണ്ട. ഞാൻ പറയാം അപ്പച്ചേപ്പ, തമ്പി സാർ വന്നിരുന്നു ഇവിടെ. അതാ കാര്യം. മഹാദേവൻ തമ്പിയോ? അല്ലാതെ പിന്നെ ഏതെല്ലാം തമ്പിമാരെ അറിയാം നിങ്ങൾക്ക്? മിണ്ടാതിരുന്നോണവിടെ. എന്നോട് സംസാരിക്കാൻ വരില്ല എന്ന് പറഞ്ഞ ആളല്ലേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. എന്തിനാ മോളെ തമ്പി വന്നത്? ചോറൂണിന് കുട്ടാപ്പൂനും കുഞ്ഞുമണിക്കും മോതിരം കൊടുക്കാൻ വന്നതാ, രവിയുടെ വകയായിട്ട്. രവിയുടെ വകയായിട്ടോ? അതെന്താ അങ്ങനെ ഒരു ഏർപ്പാട്? രവിക്ക് നേരിട്ട് വന്ന് തരാൻ പാടില്ലേ? രവിക്ക് പറ്റാത്തത് കൊണ്ടല്ലേ കൊടുത്തയച്ചത്. അത് മനസ്സിലാക്കാനാവുന്നില്ലേ? രവിക്ക് ചോറൂണ് ദിവസം വരാൻ പറ്റില്ലെന്ന്. എങ്ങനെ വളർത്തിയതാ അവനെ? ഇപ്പൊ വന്ന മാറ്റം കണ്ടില്ലേ? കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂവിന്റെയും ചോറൂണിന് വരാൻ പോലും അവന് സമയമില്ല. അന്ന് ഈ കാര്യം ബാലനോട് വിളിച്ചു പറഞ്ഞപ്പം ഞാൻ നല്ലോണം കൊടുത്തിരുന്നല്ലോ. അതിന്റെ പേടി കാരണമാവും നേരിട്ട് വരാതെ ദൂതൻ വശം കൊടുത്തയച്ചത്. അവൻ എന്തിനാ നിന്നെ പേടിക്കുന്നത്? അവനെ ഒത്ത ഒരാണ്. ആണ്. എത്രയൊക്കെ വളർന്നാലും അവൻ എന്റെ മുമ്പിൽ നേരെ നിൽക്കില്ല. ശരി, നിന്റെ ഒരു സമാധാനത്തിന് അങ്ങനെ കരുതിക്കോ. മനുഷ്യ, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ നിങ്ങൾ വെറുതെ വഴക്കിടുന്നേ? ഞാനൊരു വഴക്കിന് പോയിട്ടില്ല മോളെ. ആ തമ്പി വന്നപ്പോ ഞാനിവിടെ ഇല്ലാതായി പോയി. അതിന്റെ പേരില എന്റെ മേലെ ഇപ്പൊ ഇങ്ങനെ കുതിര കയറുന്നത്. അപ്പച്ചിയമ്മ പറയുന്നതിലും കാര്യമില്ലേ? അപ്പച്ചിയപ്പൻ ഇവിടെ വേണമായിരുന്നു. ഇവിടെ എല്ലാവർക്കും മുന്നിൽ നിൽക്കേണ്ടത് അപ്പച്ചിയപ്പനല്ലേ? അഭിപ്രായം പറയാനും ഗുണദോഷിക്കാനുമായി തല മുതിർന്ന വേറെ ആരാ ഇവിടെ ഉള്ളത്? അത് മോളെ, ഞാനൊന്ന് സീത പറഞ്ഞത് തന്നെ ഞാനും പറഞ്ഞത്. ഞാൻ പറയുമ്പം ഭാഷയും രീതിയും വേറൊന്നായിരിക്കും. അത്രേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും അപ്പച്ചിയപ്പൻ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ധൈര്യമാ. ആയ കാലം തൊട്ട് ഞാനിത് പറയുന്നതാ, എന്നിട്ട് മനസ്സിലാക്കിയില്ല. പിന്നെയാണ് നീ ഇപ്പൊ പറഞ്ഞിട്ട്. അപ്പച്ചിയപ്പ, ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ? ഇല്ല മോളെ, നിങ്ങളെല്ലാരും പറയുന്നത് ശരിയാ. തമ്പി വരുമ്പോ ഞാനിവിടെ ഉണ്ടാവണമായിരുന്നു. അത് മാത്രമല്ല, പലതിനും ഞാനിവിടെ ഉണ്ടാവുന്നില്ല. അതെന്താ അങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മോനെ, ഈ ജീവിതമെന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെയാ. സ്വപ്നത്തിന് സമയപരിധിയുണ്ട്. ഏത് നിമിഷവും മുറിഞ്ഞു പോകാം. മുറിഞ്ഞു പോയാ കൂട്ടിയോജിപ്പിക്കാൻ പാടാണെന്നല്ല, കൂട്ടിയോജിപ്പിക്കാനേ പറ്റില്ല. അത് മരണം. യാഥാർത്ഥ്യമായിട്ടുള്ളത് അത് മാത്രമാണ്. അല്ലപ്പച്ചപ്പ, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? ഇങ്ങനെയെന്നല്ല, ഒന്നും ഞാൻ പറയാറില്ലല്ലോ. പേരിന് ഒരു കാരണവസ്ഥാനം ഉണ്ടെങ്കിലും എൻ്റെ അഭാവത്തിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു പോകുന്നതുകൊണ്ട് എനിക്കൊന്നും പറയേണ്ടി വരുന്നില്ല. ഒരു കണക്കിന് നോക്കിയാൽ ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ഒരുപാട് നല്ല അവസരങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ഞാനീ പറയുന്നത് എൻ്റെ അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തിയ ജീവിതത്തിൻ്റെ നല്ല സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതെ ഒഴുക്കിനനുസരിച്ച് നീങ്ങിഞ്ഞ അവസാനം മറ്റുള്ളവർ മുഖത്തു നോക്കി ഓരോന്ന് പറയുമ്പോഴാ
ജീവിതം പരാജയമായി പോയെന്ന് തോന്നിപ്പോവുക. അതിന് അപ്പച്ചിയപ്പൻ ജീവിതത്തിൽ പരാജയമാണെന്ന് ഇവിടെ ആരാ പറഞ്ഞു? ആരും പറയാതെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ചില വിലയിരുത്തലുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെയൊക്കെ ഈ പ്രായമാ ജീവിതത്തിലെ നല്ല സമയം. നമ്മൾക്ക് വേണ്ടി ജീവിക്കേണ്ടുന്ന കാലം. അതിനൊന്നും നിൽക്കാതെ അപ്പൂപ്പൻ താടി പോലെ പാറി നടന്നു ഞാൻ. കേറി വരാൻ ഈ വീടും മനസ്സ് നിറയെ സ്നേഹമുള്ള നിങ്ങളുമല്ലാതെ മറ്റൊരു സമ്പാദ്യവുമില്ല എനിക്ക്. മക്കളില്ലാത്ത എനിക്കും സുഭദ്രയ്ക്കും നിങ്ങളെല്ലാവരും ആ മക്കള്. അതെന്നെക്കാൾ അധികം അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും സുഭദ്രയാണ്. അതിൻ്റെ ആനന്ദത്തിൽ മതിമറക്കുമ്പോഴും സുഭദ്രയുടെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടെന്ന് എനിക്കറിയാം. സ്വന്തം ചോരയിൽ പിറന്നൊരു കുഞ്ഞില്ലാത്തതിൻ്റെ നീറ്റൽ. പക്ഷേ സുഭദ്ര അതൊരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. അതിനൊക്കെ ദൈവം തന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ വിനിയോഗിക്കാതെ ദൈവങ്ങൾക്ക് പിറകെ നടക്കുകയായിരുന്നു ഞാൻ. ഇപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമയവും ഇല്ലാതായി. തെറ്റുകളെല്ലാം എൻ്റെ ഭാഗത്ത് തന്നെയാ. തെറ്റ് സംഭവിച്ചിട്ട് ഇങ്ങനെ പറയുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നറിയാം. തെറ്റ് പറ്റാതിരിക്കാനാ ശ്രദ്ധിക്കേണ്ടത്. അപ്പച്ചപ്പ, മനസ്സിജൻ വയലൂരം വീട്ടിലെ മരുമകനല്ല, മകൻ തന്നെ. അങ്ങനെയുള്ള മനസ്സിജന് ഒരു വിഷമാവസ്ഥ വന്നാൽ എല്ലാവരും കൂടി ഉണ്ടാവും. അതെനിക്കറിയാം. ഇവിടെയുള്ളവർ കാണിക്കുന്ന ഈ സ്നേഹത്തിന് കടപ്പെട്ടിരിക്കുന്നത് ഞാനാ. അർഹതയില്ലാത്ത പലതുവാ അനുഭവിക്കുന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്ത് അർഹതയില്ലെന്നാ മനസ്സിജൻ പറയുന്നത്? അർഹത നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരാ. ഓരോരുത്തർക്കും അർഹിക്കുന്നതേ കിട്ടൂ ജീവിതത്തിൽ. പിന്നെ അപ്പച്ചിയപ്പ ഇപ്പൊ പറഞ്ഞില്ലേ, എനിക്കൊരു വിഷമാവസ്ഥ വന്നാൽ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് ഇപ്പോൾ ഒരു വിഷമാവസ്ഥയില്ല. അങ്ങനെ ആയിരിക്കട്ടെ എന്നാ എൻ്റെ പ്രാർത്ഥന. എന്നാലും ഒന്നിലും ഇടപെടുന്നില്ലെങ്കിലും ചിലതൊക്കെ ഗ്രഹിക്കാൻ കഴിയും എനിക്ക്. ആവതുള്ള സമയത്ത് കുടുംബം നോക്കിയില്ല എന്ന ഒരു ഉൾക്കുത്ത് അനുഭവിക്കുന്നത് കൊണ്ട് പറയാ. കുടുംബമാണ് പ്രധാനം. എൻ്റെ ഒരു ഉൾവിളി കൊണ്ട് പറയാണെന്ന് കരുതിയാൽ മതി. തുഴ കാണാതെ നടുക്കായലിൽ ഒറ്റപ്പെട്ടു പോയ ഒരു തോണിയെ പോലെയാണ് ഇപ്പൊ മനസ്സിച്ച്. എത്തപ്പെടേണ്ട കരയും തുഴഞ്ഞെത്താനുള്ള തുഴയുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒന്നും പറയാത്ത ഞാൻ പറയാൻ തുടങ്ങിയപ്പോ അധികമായി പോയിട്ടുണ്ടെങ്കിൽ പ്രായത്തിന്റെ പരിഗണന നൽകി ക്ഷമിക്കുക. സുജൻ രാവിലെ പോയതല്ലേ? ആ, പിന്നെന്താ ഇത്ര താമസിക്കുന്നേ? ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ലോണിന് ഒരു തടസ്സം ഉണ്ടാവില്ല. ഉണ്ടാവില്ലെന്നറിയാം. എന്നാലും വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അത്ര ആശ്വാസമായേനെ. ബാലേട്ടാ, ആ? സീതർത്തി ലോൺ പാസ്സായി. ആശ്വാസമായല്ലോ ബാലേട്ടന്. ലോണിന്റെ കാര്യം അറിയാതെ ടെൻഷൻ പിടിച്ച് നിൽക്കായിരുന്നു ബാലേട്ടൻ. ഒരു തടസ്സം ഉണ്ടായില്ല ബാലേട്ടാ. ഇനി സീതർത്തി എന്ന് ഒരു ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്കൊന്നും അത്ര വിലയില്ലെങ്കിലും മെമ്പർക്ക് അവിടെയൊക്കെ നല്ല പിടിപാടാ. മെമ്പർ വിചാരിച്ചോണ്ടാ ലോൺ ഇത്രയും പെട്ടെന്ന് പാസ്സായി കിട്ടിയത്. ആ ആ എന്നാ പിന്നെ സീത വേഗം ചെന്ന് ഒപ്പിട്ട് കൊടുക്കുക. ഇനി അതിന്റെ ഒരു താമസം വേണ്ട. ശരി. ആ സിജ, പൈസ കിട്ടിയാൽ ഉടനെ ആ കടമുറിയുടെ അഡ്വാൻസ് കൊടുക്കണം. ആ ശരി ബാലേട്ടാ. സിജ, കച്ചവടാ ചെയ്യാൻ പോകുന്നത്. സിജനത് ഇതുവരെ പരിചയമില്ലാത്ത മേഖലയാ. നിഷ്കളങ്കർക്ക് കച്ചവടം പറ്റില്ലെന്നാ പറയാറ്. എന്നിട്ട് ബാലേട്ടൻ നന്നായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അതിലങ്ങ് പൊരുത്തപ്പെട്ടു പോയി. ഞാനും ക്രമേണ അതിലൊക്കെ പൊരുത്തപ്പെടും ബാലേട്ടാ. ബാലേട്ടന്റെ പിൻബലം ഉണ്ടായാൽ മതി. നമ്മൾ ഇന്നേ വരെ എത്തപ്പെട്ട മേഖലകളിലൊന്നും നമുക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ അങ്ങനെയായി വരും. ശരി. വയസ്സിൽ അവിടെ നിന്ന് എല്ലാം വിട്ടിറങ്ങി വരികയും ചെയ്തതിനു ശേഷമായിരുന്നു ജെറി അമൽദേവ്
എന്തുവാ അമ്പലത്തിൽ ഫോക്ക് ഡാൻസ് ഒന്നും ഇല്ലയോ? ഡേ കടുപ്പത്തിൽ ചായഞ്ഞെടുക്ക, എല്ലാം പൊടിഞ്ഞു. അതെ, കടയിലേക്കും വീട്ടിലേക്കുള്ള പച്ചക്കറി വാങ്ങാനേ ഇനി ദൂരേക്കൊന്നും വണ്ടി കയറണ്ട. നമ്മുടെ നാട്ടിൽ ഒരെണ്ണം വരാൻ പോവുക. അന്നേ നായവിലേക്ക് നല്ല ഒന്നാം തരം പച്ചക്കറി കിട്ടുന്ന ഒരു കടയ്ക്ക് അധികം താമസിക്കാതെ ഇവിടെ ഷട്ടർ പൊങ്ങും. ഇവിടെ ആര് പച്ചക്കറി കട നടത്താനോ എന്റെ മെമ്പറെ? ആർക്ക് നടത്തിക്കൂടാ? വയലോരം വീട്ടിലെ മനസിജന്റെ ഭാര്യ ശ്രീമതി കുട്ടുമണി മനസിജൻ. നേരാണോ മെമ്പറെ? ഇല്ല, വളഞ്ഞത്. നേരാണോ? ഇന്നാണ് മുമ്പറേ നിങ്ങളുടെ നാവിൽ നിന്ന് നല്ലൊരു വർത്തമാനം കേൾക്കുന്നത്. ഭഗവതി, വാക്കേറും കണ്ണേറും ഒന്നും തട്ടാതെ കുട്ടിമണിയുടെ പച്ചക്കറി കടയെ നീ കാത്തോണേ. എന്റെയും പാർട്ടിയുടെയും സ്വാധീനം ഉള്ളത് കൊണ്ട് മാത്രം ബാങ്ക് വായ്പ അനുവദിച്ചു. ഇനി ഒപ്പിടുക, കാശ് വാങ്ങുക, പച്ചക്കറി കട തുടങ്ങുക. ഇവിടെ എല്ലാവർക്കും എന്നെ എൻ്റെ പാർട്ടിയെ ഭയങ്കര പുണ്യമായിരുന്നല്ലോ. മെമ്പർ വിചാരിച്ചാൽ ഇവിടെ ചിലതൊക്കെ നടക്കുമെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ഈ ബാങ്ക് വായ്പ മനസ്സിന്റെയും കുട്ടുമണിയുടെയും മാത്രം ആവശ്യമായിരുന്നില്ല, എന്റെയും അഭിമാനത്തിന്റെ കൂടി പ്രശ്നമായിരുന്നു. അതുകൊണ്ടാ ഞാനിത് ഏറ്റെടുത്തത്. മെമ്പറേ, ഒരു വെളിപാട് പറയാണെന്ന് തോന്നരുത്. വയലോരം വീടും കുട്ടിമണിയും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. കമ്മീഷൻ ഇല്ലാത്ത ഒരു ഉപകാരമായി നിങ്ങൾ അതിനെ കാണണം. എന്റെ വെളിച്ചപ്പാടെ ഇയാൾ പറഞ്ഞിട്ട് വേണം എനിക്കത് തോന്നാൻ. കുട്ടിമണി മുഖേന ഈ നാട്ടിലെ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയല്ലേ. കുട്ടിമണി തുടങ്ങാൻ പോകുന്ന ഈ പച്ചക്കറി കട ഇവിടെ നിലനിർത്തേണ്ടത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമില്ലേ വെളിച്ചപ്പാടെ? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഓരോ വീട്ടിലും കയറി വോട്ട് ചോദിച്ചതുപോലെ നാളെ മുതൽ ഞാൻ ഈ വാർഡിൽ മാത്രമല്ല പഞ്ചായത്ത് മുഴുവൻ കയറി ഇറങ്ങാൻ പോവുക. എന്തിനാണെന്ന് അങ്ങോട്ട് ചോദിക്ക് വിളിച്ചപ്പാടെ. ചോദിക്കുന്നേ നിങ്ങൾ തന്നെ അങ്ങോട്ട് പറ മെമ്പറേ. നമ്മുടെ നാട്ടിലെ കണ്ണിലുണ്ണിയായ കുട്ടുമണിയുടെ പച്ചക്കറി കടയിലേക്ക് എല്ലാരെയും ക്ഷണിക്കാൻ ഒപ്പം ഞങ്ങളും വരാം മെമ്പറേ. വയലോരം വീട്ടിലെ സന്തോഷം നമ്മുടെ കൂടി സന്തോഷമല്ലേ? വണക്കം മെമ്പറെ. വരവ് വെച്ചു. ഇയാളെ ഇതുവരെ ഇവിടുന്ന് പോയില്ല. ഈ നാടും ഇവിടുത്തെ ജനങ്ങളും എന്നെ ഒരുപാടങ്ങ് ആകർഷിച്ചു മെമ്പറെ. മടങ്ങിപ്പോണമെന്ന് പല ആവർത്തി തോന്നിയതാ, പക്ഷെ മനസ്സ് വന്നില്ല. എന്താ മെമ്പറെ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരാരും ഈ നാട്ടിൽ പാടില്ലെന്നുണ്ടോ? നേരും നെറിയുള്ളവന് ഏത് നാട്ടിൽ ചെന്നാലും ആരുടെ അനുവാദമില്ലാതെ അവിടെ ജീവിക്കാം. അതിനെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് വേണമെന്നില്ല. ഭഗവതിയുടെ മണ്ണായത്. ദൈവഭയമുള്ളവർ മാത്രമേ ഇവിടെ ഉള്ളൂ. എനിക്ക് ആരെയും പേടിയില്ല മെമ്പറെ. ഞാൻ ആരെയും പേടിപ്പിക്കാനും പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ ഗ്രാമത്തിൽ തങ്ങുന്നതിൽ എന്താ തെറ്റ്? ഇവിടുന്ന് ഒരു പെണ്ണിനെയും കെട്ടി ഇവിടെ ഒരു വീടും വെച്ച് സ്വസ്ഥമായിട്ടങ്ങ് കഴിയാലോ. മെമ്പറെ, ഞാനതൊക്കെ ചുമ്മാ പറഞ്ഞാട്ടോ. എന്റെ പദ്ധതി ഇതൊന്നുമല്ല. പിന്നെന്തു അയാളുടെ പദ്ധതി? ഇവിടെ ചെറിയൊരു കച്ചവടം തുടങ്ങണം. എവിടെ? ഈ കുഗ്രാമത്തിലോ? ഈ ഓണം കയറാൻ മൂലയിൽ വന്ന് ഇയാൾ എന്ത് കച്ചവടാ തുടങ്ങാൻ പോണേ? ഇന്നത്തെ കുഗ്രാമങ്ങൾ നാളത്തെ മെട്രോ സിറ്റികളല്ലേ മെമ്പറെ? അതുകൊണ്ട് എക്കാലവും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഇവിടെ ആരംഭിക്കണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എനിക്ക് മെമ്പറുടെ ചെറിയ ചെറിയ സഹായങ്ങൾ ഈ കാര്യത്തിൽ വേണ്ടിവരും. ഞാൻ വന്ന് കണ്ടോളാം. ഇയാളുടെ സ്കൂളിംഗ് ക്ലാസ് അത് തൽക്കാലം മെമ്പറുടെ കയ്യിൽ ഇരിക്കട്ടെ. തിരുവനന്തപുരത്തേക്കൊക്കെ പോകുന്നല്ലേ? വിളിച്ചപ്പാടേ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട്? അത്രയും ഭാഗത്ത് വൃത്തികേടങ്ങ് മാറി കിട്ടി. എങ്ങനെയുണ്ടോ?
കലക്കിയിട്ടുണ്ട് മെമ്പറെ. അന്ന് മെമ്പർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതുപോലെ കേള്. അല്ലേ? കൊള്ളാല്ലയോ? അടിപൊളിയല്ലേ? അയാളെ ആള് തിരക്കണില്ല കേട്ടോ. ഭാവിയിൽ എനിക്ക് ഉപകാരപ്പെട്ടേക്കും. അമ്മയുടെ പൊന്നു കുട്ടിയോടെ ചക്കര്. ആ മനുഷ്യൻ എവിടേക്കാ പോന്നെ? ഞാൻ നമ്മുടെ ലോണിന്റെ കാര്യത്തിന്. ലോണിന്റെ കാര്യത്തിനോ? ആ. അപ്പൊ ഞാൻ വരണ്ടേ? അത് പിന്നെ കുട്ടു വന്ന ആ ഞാൻ വരാതിരുന്ന എങ്ങനെയാ? എന്റെ പേരിലല്ലേ ലോൺ. അപ്പൊ ഞാൻ വരാതെ ലോൺ കിട്ടുമോ? അതൊക്കെ കിട്ടും കുട്ടു. ആ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഞാനും കൂടി വന്നാലേ ലോൺ കിട്ടുള്ളൂ എന്ന് അന്ന് മനുഷ്യൻ പറഞ്ഞല്ലോ. അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ കുട്ടിമണി വന്നാ കുഞ്ഞുമണി ആര് നോക്കും? നമുക്ക് കുഞ്ഞുമണിയും കൊണ്ടുപോവാം. അവിടെ നിന്ന് കുഞ്ഞുമണിയും കൂട്ടിയിട്ട് പോകാനൊന്നും പറ്റില്ല കുട്ടു. അതാ അത് അവിടെ പോയാ ഉടനൊന്നും ലോൺ കിട്ടില്ല. കുറേ നേരം കാത്തിരിക്കേണ്ടി വരും. അവര് നമ്മളെ എപ്പോഴാ വിളിക്കുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അത്രയും നേരം കുഞ്ഞുമണിയെ കൊണ്ട് അവിടെ നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല കുട്ടു. കുഞ്ഞുമണി കരയും ബഹളം വയ്ക്കും. അത് മോശമല്ലേ? അത് മോശം. അതാ പറഞ്ഞത്. അല്ല, കുട്ടു വന്ന് എല്ലാ പേപ്പറിലും ഒപ്പിട്ടതല്ലേ? അത് മതി. ഒപ്പ് മതിയാ? ഇനി ഒപ്പിടണ്ടേ? എന്തിന്? അന്ന് തന്നെ ആവശ്യത്തിലധികം ഒപ്പിട്ടില്ലേ? അങ്ങനെ എപ്പോഴും ഒപ്പിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. കുട്ടുവിന്റെ ഒപ്പിനൊരു വിലയില്ലേ? വിലയില്ലേന്നോ? പിന്നെ അല്ലാതെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുമണിയെ നോക്കി നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോണം. ഞാൻ പോയി ലോണിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വേഗം ഇങ്ങോട്ട് വരാം. മനസ്സിലാ, ആദ്യമായിട്ടല്ലേ എന്റെ പേര് ലോൺ എടുക്കുന്നത്. എനിക്ക് ലോൺ എടുക്കുന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്റെ കുട്ടു അതങ്ങനെ കാണാനൊന്നും ഇല്ല. നമ്മൾ ചെന്നാ കാശ് തരും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? ഓ, അതാണ് മനുഷ്യൻ പറഞ്ഞത് പോയ ഉടനെ ഒന്നും ലോൺ കിട്ടത്തില്ലെന്ന്. അതിപ്പം പിന്നെ അവിടെ തിരക്കുണ്ടെങ്കിൽ വേഗം ഒന്നും നടക്കില്ല. നമ്മളെ പോലെ വേറെ കുറെ ആൾക്കാരും ഉണ്ടാവും അവിടെ. അയ്യോ, സിജിൻ ഇതുവരെ റെഡി ആയില്ലേ? വലിയച്ഛൻ പോകുന്നുണ്ടോ മനുഷ്യന്റെ കൂടെ? ഏയ്, സീതയെടുത്ത് ഞാൻ പോയൊന്ന് നോക്കാൻ വേണ്ടി വന്നതായിരിക്കും ചിലപ്പോ. അല്ല, വലിയച്ഛൻ എവിടെയോ പോകുന്നുണ്ട്. ഈ വേഷം കണ്ടാൽ തന്നെ അറിയാം. അത് ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ട്. ബാലേട്ടന്റെ അടുത്തേ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബാലേട്ടൻ അതെടുക്കാനാ ഞാൻ പോവാണേ. ശരി, ആയിക്കോട്ടെ. ബാലേട്ടന്റെ അടുത്ത് പോവാ. അയ്യോ, സീതയെടുത്തേയും വേറെ വഴിക്ക് പോയോ? അപ്പോ കുട്ടു വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. കുഞ്ഞുമണിയെ മാത്രം നോക്കിയാ പോരാ, കുട്ടാപ്പൂനെ നോക്കണം. എല്ലാരും കാണട്ടെ കുട്ടുവിന്റെ വെടുക്ക്. പോവാ സീതയെടുത്തി. കുട്ടിമണി കുഞ്ഞുമണിയും കുട്ടാപ്പൂനെ നോക്കാൻ വേണ്ടി ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞ് തണുപ്പിച്ച് നിർത്തിക്കുക. നമ്മൾ ഒരുമിച്ച് കാണുന്നതിന് മുമ്പ് പോവാം. കൂടെ വരാൻ കുട്ടു കുറേ നിർബന്ധം പിടിച്ചതാ. കുട്ടു ഒപ്പിട്ടൊക്കെ കൊടുത്തല്ലോ, ഇനി അവിടെ ആവശ്യമൊന്നും വരില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പിടിച്ച് നിർത്തി. കുട്ടിമണിക്ക് സംശയമൊന്നുമില്ലല്ലോ? അങ്ങനെ കാര്യമായിട്ടുള്ള സംശയമൊന്നുമില്ല. സിജ, അവിടെ ചെന്നാൽ വലിയ താമസമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല സീതയെടുത്തി, അവിടെ മെമ്പർ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഈ ലോൺ ശരിയാവുന്നതോടെ പിടിച്ചു നിൽക്കാൻ ഒരു ജോലിയായെന്ന് പറയാം. അതൊക്കെ ശരി തന്നെയാ. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ സിജൻ ഈ കാണിക്കുന്ന ഉഴപ്പുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്കണം. ഞാൻ ഉഴപ്പ് കാണിച്ചെന്നോ? സീതയെടുത്തി എന്താ ഈ പറയുന്നേ? ഉഴപ്പെന്ന് പറഞ്ഞ ചില സമയത്ത് സിജൻ ഒരല്പ ശ്രദ്ധക്കുറവുണ്ട്. അന്ന് തന്നെ കണ്ടില്ലേ, ലോണിന്റെ കാര്യത്തിന് പോവാൻ ഇറങ്ങിയപ്പോ ഒരു ഫോൺ വന്നപ്പോ ചാടിപ്പോയത്. അത് ഞാൻ പറഞ്ഞതല്ലേ, പിച്ചളയുടെ കാര്യം. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ തന്നെ വേണ്ടേ? സിജന്റെ ആത്മാർത്ഥത കൂടുതലാ സിജനെ പലപ്പോഴും കുഴിയിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നത്. സ്വന്തം കാര്യത്തിലും കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണിക്കണം സിജ. പിച്ചളയുടെ കാര്യത്തിനല്ലാതെ ഞാൻ വേറെ ആരുടെയെങ്കിലും കാര്യത്തിന് പോകുന്നത് സീതയെടുത്തി കണ്ടിട്ടുണ്ടോ? പിച്ചളയുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാനത് എൻ്റെ ആവശ്യമായിട്ട് കാണാറുള്ളൂ സീതയെടുത്തി. അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല സിജ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് മറ്റുള്ളവർക്ക് വേണ്ടി നശിപ്പിച്ച് കളയരുത്. പലരും വരും പോവും, പക്ഷേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വണക്കം മനസ്സിയ. വയലോരം വീട്ടിലെ വിശേഷങ്ങളൊക്കെ
ഞാൻ അറിയുന്നുണ്ട്. ബിസിനസ് മൈൻഡുള്ളവർക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയും. വീട്ടുപറമ്പിൽ നടന്ന മരച്ചീനി കിഴങ്ങ് വരെ ഓൺലൈൻ ബിസിനസ്സിലൂടെ വിറ്റ് കാശാക്കുന്ന കാലമായത്. മനസ്സിന്റെ ഈ തീരുമാനത്തിന് വിനായകന്റെ അഭിനന്ദനങ്ങൾ. Yeah.